ചാനലിനെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുക. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിക്കി ടിപ്സ് ആൻഡ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് നോ മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇതിന് കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് വേഗം തന്നെ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഫേസും ലിപ്സും അണ്ടർ ഐയും ഒക്കെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഫേസ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്നത് പതഞ്ജലിയുടെ അലോവേര ജെല്ലാണ്. കണ്ണിന് താഴെ അണ്ടർ ഐ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട്. ബയോട്ടിക്കിൻ്റെ അണ്ടർ ഐ ക്രീമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ലിപ്സ് ഞാൻ മോയ്സ്ചറൈസ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഹോം മെയ്ഡ് ലിപ് ബാമാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇതുണ്ടാക്കുന്ന വിധം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് പോയി കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ലിപ് ബാമാണോ ഉള്ളത് അത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസിങ് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ പ്രൈമർ അപ്ലൈ ചെയ്യുകയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ്. നല്ലൊരു പ്രൈമറാണ് കേട്ടോ. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മേക്കപ്പ് ഇരിക്കാനും പിന്നെ അതുപോലെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറാണ്. അപ്പോൾ ഞാനിനി അടുത്തതായിട്ട് അപ്ലൈ ചെയ്യുന്നത് മാബ്ലിൻ ന്യൂയോർക്കിൻ്റെ ബ്രൈറ്റ് ബെനിഫിറ്റ് ക്രീമാണ്. നിങ്ങൾക്ക് CC ക്രീമോ BB ക്രീമോ വേറെ ഏതെങ്കിലും BB ക്രീമൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നല്ലൊരു കവറേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഇതാണെന്ന് മാത്രം. അപ്പോൾ ഫേസിലും കഴുത്തിലും ഒക്കെ ഡോട്ട് ഇട്ടിട്ട് പതുക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി അടുത്തത് കൺസീലറാണ്. ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് കണ്ണിന് ചുറ്റും കൺസീലർ അപ്ലൈ ചെയ്യാം. എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാനിന്ന് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നില്ല. മുഖത്ത് കുറച്ച് പാടുകളുണ്ട്, പിമ്പിൾസ് വന്ന പാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മറയ്ക്കാനായിട്ട് ഞാൻ കൺസീലർ യൂസ് ചെയ്യാണ്. ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ മാബ്ലിൻ്റെ കൺസീലറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എവിടേക്കാണോ ഡാർക്ക് സ്പോട്ട് ഉള്ളത് അവിടെ ഇങ്ങനെ പതുക്കെ അവിടെയൊക്കെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു സ്പോഞ്ച് കൊണ്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തത് ഞാൻ ലോറിയലിൻ്റെ സെറ്റിംഗ് പൗഡർ എടുത്തിട്ട് ഈ മേക്കപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ബ്രഷ് കൊണ്ട് ഫേസിലും കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മ്യൂസിക് ഫ്ലവറിൻ്റെ ലോങ് വെയർ ജെൽ ഐലൈനറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ചെറിയ ബ്രഷ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഐബ്രോസിലുള്ള ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാണ്. അതിനുശേഷം ഒരു പഴയ മസ്കാരയുടെ ബ്രഷ് എടുത്തിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിന്ന് യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കണ്ണിന് മേലെ ഐഷാഡോ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് സ്കിൻ കളറാണ്. അപ്പോൾ എൻ്റെ ഐഷാഡോ പാലറ്റിൽ നിന്ന് സ്കിൻ കളർ കുറച്ച് ബ്രഷിൽ എടുത്തിട്ട് കണ്ണിൻ്റെ മേലെ ഇങ്ങനെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 2 കണ്ണിൻ്റെ മേലെയും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതേ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണൊന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ. ഇനി അടുത്തത് ഞാൻ എൻ്റെ കാജൽ എടുത്തിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ മേൽഭാഗത്ത് കൺപീലിയുടെ അടിയിലായിട്ട് അപ്ലൈ ചെയ്യാണ്. ജസ്റ്റ് നമ്മുടെ ലാഷസൊക്കെ കുറച്ച് ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൺപീലിയുടെ അടിയിലായിട്ട് ഇതുപോലെ കണ്ണ് തുറന്ന് പിടിച്ചിട്ട് എഴുതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺപീലി കുറച്ച് തിക്കായിട്ടുള്ള പോലെ തോന്നും, അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എടുത്തിരിക്കുന്ന മാക്സ് ഫാക്ടറിൻ്റെ മസ്കാരയാണ്. നല്ലൊരു മസ്കാരയാണ് കേട്ടോ. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഫോൾസ് ലാഷസ് വെച്ച പോലത്തെ ഒരു എഫക്റ്റാണ് കിട്ടുക. അപ്പോൾ കൺപീലിയൊക്കെ ഭയങ്കര തിന്നായിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മസ്കാരയാണ് കേട്ടോ അത്. കണ്ടില്ലേ, നിങ്ങൾക്ക് 2 കണ്ണിലെയും വ്യത്യാസം ഇപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇന്നത്തെ ഈ നോ മേക്കപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലിപ് ലൈനറാണ്. ലിപ്സ്റ്റിക് ഒന്നും ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റെവലോണിൻ്റെ ഒരു ലിപ് ലൈനറാണ്. ഇത് നല്ലൊരു എൻ്റെ ലിപ്സിനോട് ചേരുന്ന ഒരു കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ന്യൂഡ് ലിപ്സ്റ്റിക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലോട്ട് ചെയ്യുക.
ഇനി അടുത്തതായിട്ട് ഞാൻ ഫേസ് ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ADSൻ്റെ അൾട്ടിമേറ്റ് കോണ്ടൂർ പാലറ്റ് ആണ്. അതിൽ നിന്ന് ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നെറ്റിയുടെ ഭാഗത്തും താടിയുടെ ഭാഗത്തും മാത്രം കോണ്ടൂർ ചെയ്യുന്നുള്ളൂ. ആദ്യം ഞാൻ ബ്രഷ് കൊണ്ടാണ് അപ്ലൈ ചെയ്തത്. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച് എടുത്തിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തത് ഹൈലൈറ്റർ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ എടുത്തിരിക്കുന്നത് ലോറിയലിൻ്റെ ഹൈലൈറ്റർ ആണ്. നമ്മളുടെ ബ്രോ ബോൺസ്, പിന്നെ ടീ സോൺ, കണ്ണിൻ്റെ ഇന്നർ കോർണറിൽ, അതുപോലെ ചീക്സിൻ്റെ മേൽഭാഗത്ത്, ക്യൂപ്പിഡ്സ് ബോൻ്റെ അവിടെ, ചുണ്ടിന് താഴെ ചെറുതായിട്ട് ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു നോ മേക്കപ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ബൈ ബൈ, ടേക്ക് കെയർ.